പൊയ്യാറുമഠം ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. നേരിട്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ആൾക്കാരുമായിട്ട് അവരുടെ സംശയങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ധൈര്യം നൽകുക എന്ന ഉദ്ദേശമൊക്കെയുള്ള കാരണം ഓരോരുത്തരായിട്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ശബ്ദമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അമാവാസി ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് വളരെ വിശേഷാലായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഹോമപൂജകളും ഗുരുതി പൂജകളും അതിനുശേഷം അതിൻ്റെ ഭാഗമായി വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ച് സങ്കല്പത്തിൽ നടത്തുന്ന പൂജയുടെ ഭാഗമായിട്ട് എന്താണ് അവരുടെ ആ ഒരു കാര്യം നടത്തുന്നതിന് തടസ്സങ്ങളുള്ളത്, എന്താണ് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, എല്ലാതും നമ്മൾ ഈ ദിവസത്തിലെ എല്ലാ പൂജകളും കഴിഞ്ഞതിന് ശേഷം നോക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജായിട്ടും ഫോണിലും നേരിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഔട്ട് ഓഫ് സ്റ്റേഷനായിട്ട് നമ്മൾ ഇട്ടാൽ പോലും നമ്മളില്ലെങ്കിലും ആൾക്കാർ അവിടെ വന്ന് കാത്തിരുന്ന് നമ്മൾ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനും തയ്യാറാണ് ആൾക്കാർ. അപ്പോൾ വരുന്ന ആൾക്കാരോട് സംസാരിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ തന്നെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടത്തുന്ന ഓരോ പ്രോസസ്സും ഓരോ പൂജയും വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത് ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആദരവോടുകൂടിയും വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഓരോ പൂജകളും ഓരോ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട്, അതായത് നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ദൈവമാണ്, അല്ലെങ്കിൽ മൂർത്തിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ പേരിട്ട് വിളിക്കാൻ പറ്റുക അതെല്ലാമാണ് സ്വാമി. അത്രയും വളരെ വേഗത്തിൽ മായകൾ കാണിക്കുന്ന, നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും നമ്മളത് ആഗ്രഹിച്ച് തിരിഞ്ഞു വെക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് തരുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള, അത് എന്താഗ്രഹമായാലും ഉണ്ടാകും. അതിപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളത് എനിക്ക് മാറ്ററല്ല. കാരണം സ്വാമിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ സ്വാമിക്ക് ആ ഭക്തനോടോ ആ വ്യക്തിയോടോ അവൻ്റെ ആഗ്രഹം എന്തു വേണേലാവട്ടെ, അത് സ്വാമിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാമി അത് നടത്തിയിട്ട് പിന്നെ സ്വാമി നമ്മളുടെ മുന്നിൽ പ്രൂവ് ചെയ്യും, നീ എന്നെ വിശ്വസിക്കുന്നത് വെറുതെ അല്ല എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. തമാശ കളിക്കാൻ നമുക്ക് സമയമില്ല, പ്രത്യേകിച്ച് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലെ ഏറ്റവും വിശേഷാലായിട്ടുള്ള സമയങ്ങൾ വരുന്നതാണ് അമാവാസി, പൗർണമി. സ്വാമിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പം അന്നത്തെ ദിവസം നടത്തുന്ന ഓരോ പൂജയും ഓരോ പ്രോസസ്സിനും സ്വാമിയുടേതായിട്ടും ചാത്തന്മാരുടേതായിട്ടൊക്കെ എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ആ പൂജയുടെ ഭാഗമാവാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള പൂജകളുമായിട്ട് വരുന്നവരാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഓരോ ഭക്തരും, ഓരോ കുടുംബങ്ങളായിട്ട് വരാം. അപ്പോൾ അവരുടെ ഏത് കാര്യം, അതെന്ത് കാര്യമാവട്ടെ, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാമിയുടെ അടുത്ത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും അതിൻ്റെ രാശി നോക്കുകയും സ്വാമി എന്താണ് അതിന് മറുപടി തരണേ എന്നുള്ളത് കൽപ്പനയിൽ നോക്കുകയും സ്വാമിക്ക് എന്താണ് അതിനുമായി ബന്ധപ്പെട്ടിട്ട് ആ ഭക്തന്റെ കാര്യത്തിൽ സ്വാമിക്ക് പൂർണ്ണമായിട്ടും സന്തോഷമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഓരോ പൂജകൾ എടുക്കണേ. അപ്പം അങ്ങനെ എടുക്കുന്ന മാസങ്ങളായിട്ട് ചെയ്യുന്ന പൂജകളുണ്ട്. അതൊക്കെ വളരെ വലിയ ഗൗരവമായിട്ടുള്ള അതിശക്തമായ പൂജകളാണ്. ആ പൂജകളൊക്കെയും അതിൻ്റെ ഓരോ തലവും ഓരോ കാര്യങ്ങളും റിസൾട്ട് കിട്ടുന്നത് വരെയാണ്. സ്വാമിയെ സന്തോഷിപ്പിച്ച് നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവുമായി ചെയ്യുന്ന പോലത്തെ പ്രോസസ്സാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചെയ്യുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെത്ര സമയമെടുത്തു എന്നൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ കാര്യം നടന്നു വെച്ചാൽ അത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കാനും നമ്മുടെ ഈ ജന്മത്തിൽ സന്തോഷിക്കാനും നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ആഘോഷിക്കാനൊക്കെ ഉള്ളത് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹം നടത്തി കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ.
24 മണിക്കൂർ നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞു. ഇങ്ങനെയുള്ള പല 24 മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കഴിയും. അതിനുള്ളിൽ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയും നമുക്ക് സ്വാമിയുടെ അടുത്ത് നമ്മൾ വാശി പിടിച്ചുകൊണ്ട് തന്നെ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ചാത്തൻ അതിന് പകരം വെക്കണം, സ്നേഹം കൊടുക്കണം, ചാത്തനെ സന്തോഷിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെയും മനസ്സിലാവുന്നുള്ളൂ, ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇത് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ചെയ്യാം. ആര് ചോദിക്കാൻ വരാന്? എല്ലാവരും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വിശ്വാസമല്ല, നേടിയെടുക്കന്നെ വേണം. അതിനു വേണ്ടിയ പ്രോസസ്സ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിന് അനുഭവം ഉണ്ടാവണം. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ഓരോ വ്യക്തിയുടെ കാര്യങ്ങൾക്കും അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ ഭാഗമാവുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഒപ്പം നിർത്താറുള്ളൂ, അവരുമായിട്ട് സംസാരിക്കാറുള്ളൂ. എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂർ വെറുതെ സമയം കളയാൻ വേണ്ടി നമുക്ക് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. നേരിട്ട് വരുന്നവരുണ്ടാവാം, ഓൺലൈനായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ബുക്ക് ചെയ്ത് വരുന്നവരുണ്ടാവും. അവരൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് സംസാരിക്കുകയും അതിനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല, പല കാര്യങ്ങളും. കാരണം വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറയുന്ന ശക്തിയെ സന്തോഷിപ്പിച്ച് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫാമിലിയും കൂടിയാണെന്നുള്ളത്. ഞാനും മനുഷ്യനാണ്, എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്കും ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നം വരാതെ വേണം ബാക്കി കാര്യങ്ങൾ നടത്താനായിട്ട്. അല്ലാതെ സ്വാമി ആയതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നൊന്നുമില്ല. അപ്പം നമുക്കും ഒരുപാട് ശത്രുബാധകൾ വരാം, നമ്മളെയും തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവാം, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അവരുടെ മുന്നിൽ നമ്മൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു ശക്തിക്ക് നമുക്ക് അത് നടത്തി തരാൻ പറ്റൂ. അത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരാണ്. അപ്പൊ എനിക്കും വേണ്ടി ചെയ്യുന്ന പൂജയിലാണ് നിങ്ങളും കൂടി പങ്കാവുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന പൂജയല്ല അത്, നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന പൂജകളാണ്. അപ്പൊ അതിന് അതിൻ്റെതായ സീരിയസ്നെസ് ഉണ്ട്, തമാശ കളിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഇതിന്റെ ഭാഗമാവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിന്റെ ഭാഗമാവുക. പണമുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല. നമ്മളുടെ ഇഫേർട്ടും കൂടി വേണം, നമ്മൾ അതിന് തയ്യാറാവണം, നമ്മൾ വിശ്വസിക്കണം. അതിന് സാമ്പത്തിക ചെലവുകളുണ്ടെങ്കിൽ അത് വഹിക്കണം. ഒറ്റക്കെട്ടായി ഒരേ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും അമാവാസിയുടെ പൂജയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.